ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ എപ്പോഴോ ഞാൻ ഉണർന്നു. ഞാൻ ആലോചിച്ച കാര്യം കേട്ടാൽ പ്രേക്ഷകർ ചിരിക്കും. മൂന്നാറിലൊരു ട്രെയിൻ റെയിൽവേ വരുന്നതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ വിചാരിച്ചു, ഈ ശബരി റെയിൽപാത മൂന്നാറുമായിട്ട് ബന്ധിപ്പിച്ചാൽ ഈ മൂന്നാറിലെ ടൂറിസം വളരില്ല. ഒരു കാര്യമില്ല, രാത്രി ഉറങ്ങേണ്ട നേരത്ത് നല്ല മഴ പെയ്യാണ് പുറത്ത്. ആ സമയത്താണ് ഞാൻ വിചാരിച്ചു, ചങ്ങനാശ്ശേരി പാല വഴി മൂന്നാറിലേക്ക് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ ഉയരത്തിൽ ട്രെയിൻ ഇങ്ങനെ കയറാതൊക്കെ മൂന്നാറിലെത്താം. അതുവഴി ഒരുപാട് ആളുകൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇങ്ങനെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുമെന്നൊക്കെ ഞാൻ ആലോചിച്ചു. കാര്യം മൂന്നാറിലെ ട്രെയിൻ ബ്രിട്ടീഷുകാർ ഓടിച്ചിരുന്നു. മാട്ടുപ്പെട്ടി വഴിയൊക്കെ ട്രെയിൻ പോയി. ആ വെള്ളപ്പൊക്കം വന്ന് കുഴപ്പമായി പോയതാണ്. യഥാർത്ഥത്തിൽ ആ കാലത്തൊക്കെ ഒരു റെയിൽവേ സ്റ്റേഷനും ഒരു ട്രെയിനുമൊക്കെ മൂന്നാറിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പാടാണേ. കാലത്തിന് മുന്നേ സഞ്ചരിച്ച പട്ടണമാണ്. അതുകൊണ്ട് തന്നെ മൂന്നാറിനെ നമ്മൾ കാണുന്നത് 100 കൊല്ലം മുമ്പ് ഇവിടെ റെയിൽ വന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി മോണോ റെയിൽ സ്ഥാപിച്ചത് മൂന്നാറിലെ കുണ്ടളബാലിയിലാണ്. പക്ഷേ 99 ഉണ്ടായ, അതായത് 1099 മലയാള മാസമാണ്, 1999 പ്രളയം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1924 ഈ പ്രളയം. ഇന്നലെയായിരുന്നു ആ പ്രളയത്തിൻ്റെ 100ാം വാർഷികം. ഈ പ്രളയം മൂന്നാറിനെ തന്നെ പിന്നോട്ടടിച്ചു. ഓൾഡ് മൂന്നാർ എന്ന് പറയുന്നത് അന്ന് പ്രളയം നശിപ്പിച്ചതാണ്. പിന്നീടുണ്ടായ പട്ടണമാണ് ന്യൂ മൂന്നാർ എന്ന് പറയുന്നത്. വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം റെയിൽ സംവിധാനം അപ്പാടെ തകർന്നു പോയി. അല്ലെങ്കിൽ മൂന്നാർ പട്ടണത്തിലൂടെ ഇപ്പോഴും കൂകിപ്പാഞ്ഞിന് ഈ റെയിൽ. 1924 കാലഘട്ടത്തിൽ മൂന്നാറിൽ റെയിൽ ഗതാഗതവും ഏരിയൽ സിപ്പ് ലൈനും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരല്പം പാടായിരിക്കും, പക്ഷേ വിശ്വസിച്ചേ മതിയാകും. അതിൻ്റെ എല്ലാം തുടക്കം ഈ കാണുന്ന പഴയ മൂന്നാറിൽ നിന്നായിരുന്നു. എന്നാൽ 99 ആ മഹാപ്രളയത്തിൽ എല്ലാം ഇല്ലാതാവുകയും ചെയ്തു. ആയിരത്തി 1902 ബ്രിട്ടീഷുകാർ മൂന്നാറിൽ ട്രെയിൻ സർവീസ് തുടങ്ങിയത്. തമിഴ്നാട്ടിലേക്ക് തേയില കൊണ്ടുപോകുന്നതിനായി ആദ്യം ബുള്ളറ്റ് ഡ്രിവൺ മോണോ റെയിലാണ് സ്ഥാപിച്ചത്. അതായത് പൂട്ടിയ കാളകൾ വലിച്ചുകൊണ്ടുപോയിരുന്ന റെയിലുകൾ. പിന്നീട് 1908 നാരോ ഗേജായി ഉയർത്തി. 1924 ജൂലൈ 17 മഴയിലും മലയിടിച്ചിലും തീവണ്ടിപ്പാത തകർന്നു. മൂന്നാറിനും മാട്ടുപ്പെട്ടിക്കും ഇടയിലുണ്ടായിരുന്ന പാത പൂർണ്ണമായി ഒലിച്ചുപോയി. അത് 1902 തൊട്ട് 1924 വർക്ക് ചെയ്യുന്നൊരു മോണോ റെയിലിൻ്റെ ഒറിജിനൽ വീലാണിത്. നമുക്കിത് കിട്ടുന്നത് ഈ അടുത്ത 2018 വെള്ളപ്പൊക്കത്തിൽ നിന്നാണ്. വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ രാജമല ഇരവികുളം നാഷണൽ പാർക്ക് പോകുന്ന വഴിക്ക് ഒരു പാലം ഉണ്ടായിരുന്നു, പെരിയവരെ ബ്രിഡ്ജ്. അത് കൊളാപ്സായി. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്തനിങ് പില്ലർ വാർക്കണ സമയത്ത് അണ്ടർനീത്തിലുണ്ടായിരുന്ന വീലായിരുന്നു ഇത്, മോണോ റെയിലിൻ്റെ ഒരു വീല്. അതായത് ഒരു വീല് റോട്ടിലും മറ്റേത് ട്രാക്ക് വഴിയായിരുന്നു. ഇത് പിന്നീട് നാരോ ഗേജ് റെയിൽവേ ആക്കി മാറ്റി. അന്ന് ജൂലൈ മാസം പെയ്ത പെരുമഴയിൽ മൂന്നാറിന്റെ പ്രതാപം നഷ്ടപ്പെടുന്നതുവരെ ഉണ്ടായിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷന്റെ അവശേഷിപ്പാണ് ഈ കാണുന്ന കോൺക്രീറ്റ് കെട്ട്. മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടിയും പാലാറും കടന്ന് ചരക്ക് ട്രെയിനുകൾ ടോപ്പ് സ്റ്റേഷനിലെത്തുമായിരുന്നു. പിന്നീട് ഇവിടെ നിന്ന് ഏരിയൽ റോപ്പ് വഴി ആ ചരക്കുകൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. 94 ഒരു ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ റെയിൽവേ ഒരു പാലം ഉണ്ടായിരുന്നു ഇവിടെ റീജിയണൽ ഓഫീസിൻ്റെ ഭാഗത്തായിട്ട്. ആ പാലം വെള്ളത്തിൽ വന്ന് ഒലിച്ചുപോയി. കംപ്ലീറ്റ് ഒലിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിച്ചു വന്ന് മൂന്നാർ ടൗണും ഒക്കെ വെള്ളത്തിൻ്റെ അടിയിലായി. 99 പ്രളയത്തിന് 100 വർഷം. പക്ഷേ പിന്നീട് ഇതുവരെ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോലും ഒരു റെയിൽ പദ്ധതി മൂന്നാറിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 100 വർഷങ്ങൾക്ക് മുമ്പുള്ള റെയിൽ പാളത്തിൻ്റെ ഇരുമ്പുകൾ ഇന്ന് മൂന്നാർ ടൗണിൽ ഇലക്ട്രിക് പോസ്റ്റുകളായി നിൽപ്പുണ്ട്. മഹാപ്രളയത്തിൽ സ്റ്റേഷനുകളും പാളങ്ങളും ഉൾപ്പെടെ സകലതും ഒലിച്ചുപോയി. പിന്നീട് കുറച്ചു കാലം കൂടി ടോപ്പ് സ്റ്റേഷനിലെ റോപ്പ് വേ തുടർന്നു. കാലക്രമേണ അതും നിലച്ചു. ഇപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ബോഡി നായ്ക്കന്നൂരിലേക്ക് ഒരു ഏരിയൽ റോപ്പ് വേ എന്നത് ആശ്ചര്യത്തോടെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. അതീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.
എന്തായാലും ഈ മൂന്നാറിൽ ഓപ്പറേറ്റ് ചെയ്ത ഒരു മോണോ റെയിൽ വലിയൊരു സംഭവമാണ്. ഈ മൂന്നാറിലെ തീവണ്ടിപ്പാതയെക്കുറിച്ചും അത് അവിടെ കൂകിപ്പായുന്ന ട്രെയിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ച് ഉറങ്ങാതെ കിടന്ന് സ്വപ്നം കണ്ടു. ഷൈജ വർഗീസ് ഡൽഹിയിലിരുന്ന് പറയുക, സ്വപ്നം ഏതായാലും അടിപൊളി, വേറെ ഒന്നും ചിന്തിക്കാൻ കണ്ടില്ലെന്ന്. പ്രായമാകുമ്പം ഈ സ്വപ്നത്തിലേക്കൊക്കെ വളരെ ഹാർഡ് എലമെൻ്റൊക്കെ വരൂ ഷൈജ. വളരെ സോഫ്റ്റ് എലമെൻറ്റ് വരണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുക. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്താണോ ഈ സ്വപ്നത്തിലേക്ക് സാധനങ്ങൾ കയറി വരിക?